ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ പച്ചരി കൊണ്ട് ഒരു ലെമൺ റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് റെസിപ്പിയിലോട്ട് പോകാം. ഇപ്പൊ ഇതാ പച്ചരി വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വേവിച്ചെടുക്കണം. ചോറൊന്ന് വെന്ത് വരട്ടെ. ഇതാ നമ്മളെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. ചോറ് അധികം വെന്ത് പോകാതെ നോക്കണം. ഇനിയിപ്പോ ചോറ് റെഡിയായി വരട്ടെ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മൂത്ത് വന്നതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചോറെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ലൈമാണ് നമ്മൾ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്താൽ മതി. ഇതാ നമ്മളെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ